Lord, you're holy, Lord. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമീൻ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചു. എന്നാൽ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചില്ല. അതെന്തുകൊണ്ട്? ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു വർഷത്തെ ഒരു മാസത്തെ ഭക്ഷണം മുൻകൂറായി ലഭിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ മറന്നുപോകും. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഭക്ഷണം നൽകി, സ്വർഗീയ മന്ന നൽകി. എന്നാൽ ഓരോ ദിവസത്തേക്കുള്ള മന്നയാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയത്. ഒരു ദിവസം മന്ന പെയ്തില്ല എങ്കിൽ അവർ പട്ടിണിയാണ്, ഏഴാമത്തെ ദിവസം ഒഴിച്ചു നിർത്തിയാൽ. അതുകൊണ്ട് എല്ലാ ദിവസവും അവർ നോക്കുകയാണ്, ദൈവമേ ഇന്ന് ഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കണം. 40 വർഷം ദൈവം അവർക്ക് മന്ന കൊടുത്തു. ഓരോ ദിവസത്തേക്ക് ആവശ്യമായ മന്നയാണ് നൽകിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ 40 വർഷത്തെ ഭക്ഷണം ഒറ്റ ദിവസം തന്നെ അവർക്ക് നൽകാമായിരുന്നു. ദൈവത്തിന് അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ 40 വർഷത്തെ ഭക്ഷണം മുൻകൂറായി ഒരു ദിവസം അവർക്ക് ലഭിച്ചാൽ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുകയില്ല. ഇന്ന് വിശുദ്ധരായ പല ദൈവമക്കളും സാമ്പത്തികമായി വലിയ ഉയർച്ചയുള്ളവരല്ല. അന്നന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അവർ ദിനവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പല വിശുദ്ധരായ ദൈവമക്കൾക്കും ധാരാളം സമ്പത്ത് ദൈവം മുൻകൂറായി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? വലിയ സമ്പത്ത് മുൻകൂറായി കിട്ടിയാൽ പിന്നെ ദൈവത്തിലുള്ള ആശ്രയബോധം കുറയും. ഓരോ ദിവസത്തിന് വേണ്ടത് ദൈവം നമുക്ക് തരും. അടുത്ത ദിവസം നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടത് നാളത്തെ ദിവസം ദൈവം തരും. ഇങ്ങനെ ഓരോ ദിവസത്തേക്ക് വേണ്ടത്, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ദൈവം നൽകുന്നത്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വേണ്ടിയാണ്. പുറപ്പാട് 16-ാം അധ്യായം 4-ാം വാക്യം, കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനംപ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടി ഉണ്ടായിരിക്കും. ദൈവം ഇവിടെ പറയുകയാണ്, ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളതാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. ദൈവമക്കളായ നമ്മുടെയും ജീവിതത്തിൽ നാളെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, നാം വേവലാതിപ്പെടേണ്ട. സ്വർഗീയ പിതാവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാണ് എങ്കിൽ നാളത്തെ ദിവസം നാളത്തെ കാര്യങ്ങൾ നടക്കും. സ്വാഭാവികമായി നടക്കുന്നതല്ല. സ്വർഗീയ പിതാവ് സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നാളത്തെ കാര്യങ്ങൾ നടത്തും. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ കാര്യം എങ്ങനെ നടക്കും, മക്കളുടെ കല്യാണം എങ്ങനെ നടക്കും, എൻ്റെ വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തികമായ കാര്യങ്ങൾ, വീട്, നാളെ എന്ത് സംഭവിക്കും, അടുത്ത ആഴ്ച, അടുത്ത മാസം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള ചിന്താകുലത്തിൻ്റെ അടിമയാണ് എങ്കിൽ ശ്രദ്ധിക്കുക, സ്വർഗീയ പിതാവ് ഓരോ ദിവസത്തേക്ക് വേണ്ടത് നിശ്ചയമായും തരും. ആർക്ക് നൽകും? അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ഓരോ ദിവസത്തേക്ക് വേണ്ടത് ഓരോ ദിവസം അന്നന്നു വേണ്ടുന്നത് ദൈവം നൽകും. സ്വർഗീയ പിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റാത്തവരാണെങ്കിൽ
അന്നന്ന് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി തരുമോ? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ തിരുമനസ് തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ നാം സ്വന്തം ഇഷ്ടപ്രകാരം മാനുഷിക പാരമ്പര്യപ്രകാരമൊക്കെയാണ് പോകുന്നതെങ്കിൽ അന്നന്ന് വേണ്ട ആഹാരം അന്നന്ന് തരുവാൻ ദൈവം ബാധ്യസ്ഥനല്ല. ദൈവം അങ്ങനെ അന്നന്ന് വേണ്ട കാര്യങ്ങൾ നൽകാതിരിക്കുമ്പോൾ മനുഷ്യൻ പിന്നെ സ്വന്തം വഴിയിൽ പല മാർഗങ്ങളും തിരയും, കടം വാങ്ങും, പിന്നെ അത് വീട്ടാൻ പറ്റാതെ വല്ലാത്ത വെപ്രാളം, ചിലപ്പോൾ നുണ പറയും. അന്നന്ന് വേണ്ട കാര്യങ്ങൾ നടക്കുവാൻ ഉപായങ്ങൾ, സൂത്രങ്ങൾ അതിൻ്റെ വഴിയിൽ പോകും. അതുകൊണ്ട് അന്നന്ന് വേണ്ട കാര്യങ്ങൾ, ഓരോ ദിവസത്തെയും വേണ്ട കാര്യങ്ങൾ ദൈവം ചന്തവും ഉചിതവുമായി ചെയ്തു തരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങനെ പ്രാർത്ഥിക്കുകയും അതിന് പ്രകാരം ജീവിക്കുകയും ചെയ്യാനുള്ള ഒരുക്കം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും അന്നന്ന് വേണ്ട ആഹാരം ദൈവം നമുക്ക് തരും. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മരുഭൂമിയിൽ ഭക്ഷണം നൽകി. സ്വാഭാവികമായി കൃഷി ചെയ്ത് അങ്ങനെയല്ല അവർ ഭക്ഷണം കഴിച്ചത്. പിന്നെയോ സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് മന്ന നൽകി. അതേ കർത്താവ് തന്നെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങൾ ചെയ്ത് അന്നന്ന് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് നടത്തിത്തരും. അതുകൊണ്ട് ഇതെങ്ങനെ നടക്കും, മാനുഷികമായി ഇത് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന സന്ദർഭമായിരിക്കാം. എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം ജീവിതത്തിൽ നിറവേറ്റുവാൻ, അതിനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അന്നന്ന് വേണ്ട കാര്യങ്ങൾ സ്വർഗീയ പിതാവ് സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നൽകിത്തരും. മന്നയെക്കുറിച്ച് നാം വായിക്കുന്നു. പുറപ്പാട് 16-ാം അധ്യായം 31-ാം വാക്യം. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്നു പേര് നൽകി. അത് കൊത്തമ്പാലിരി പോലെ ഇരുന്നു, വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ളതും ആയിരുന്നു. നാം സ്വർഗീയ പിതാവിൻ്റെ മക്കളാണെങ്കിൽ അന്നന്ന് വേണ്ട ആഹാരം നമുക്ക് ദൈവം നിശ്ചയമായും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോമ 8:16-17 വാക്യങ്ങൾ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡയനുഭവിക്കുന്നു. ഓരോ ദിവസത്തെ ആഹാരം ദൈവം നമുക്ക് തരുമെങ്കിൽ നാളത്തെ ദിവസത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട വല്ല ആവശ്യവും നമുക്കുണ്ടോ? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഓരോ ദിവസത്തേക്കും വേണ്ട ആഹാരം ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഭൗതിക കാര്യങ്ങൾ ദൈവം തന്നുകൊള്ളും. അപ്പോൾ പിന്നെ നാളത്തെ ദിവസം എന്തായിരിക്കും ഭാവി, ഇതിനെക്കുറിച്ച് നാം ചിന്താകുലരാകേണ്ട ആവശ്യമില്ല. ഇന്ന് അനേകരും ആകുല ചിത്തരാണ്, ഉത്കണ്ഠ കൊണ്ട് അസ്വസ്ഥരായി തീർന്നിരിക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കും, അടുത്ത വർഷം എന്ത് സംഭവിക്കും? സ്നേഹവാനായ സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടത് ഓരോ ദിവസവും തരും എന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ അവിടെ ആകുലതയില്ല. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ വരുമ്പോൾ ദൈവത്തിന് എന്നോടുള്ള കരുതൽ, മനസ്സലിവ് നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനും സംഘർഷവും ഉണ്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, ഇതോർത്ത് നിങ്ങൾ ഉത്കണ്ഠാകുലരാകരുത്. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് എന്ന് കർത്താവ് പറഞ്ഞു.
മത്തായി 6-ാം അധ്യായം 33 മുതൽ വായിക്കുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാം യഥാർത്ഥത്തിൽ ഈ സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് എങ്കിൽ ആകുലപ്പെട്ട് നാളെ എന്ത് സംഭവിക്കും അങ്ങനെ മനം കലങ്ങി ജീവിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. സ്വർഗീയ പിതാവിനെ അനുഭവിച്ചറിയാത്ത ധാരാളം പേർ ഈ ലോകത്തിലുണ്ട്. അവർക്ക് പണവും വസ്തുവകകളും വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ടെൻഷനാണ്. കാരണം ടെൻഷനെ ഇല്ലാതാക്കുവാൻ പണത്തിനും വസ്തുക്കൾക്കും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വ ബോധം ലഭിക്കണമെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി നാം മാറണം. ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവും കരുതലും നാം അനുഭവിക്കുമ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നത്? 34-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് എത്ര നല്ലവനാണ് എന്ന് രുചിച്ചറിയുവിൻ. ദൈവസ്നേഹം അനുഭവിച്ച ദൈവമക്കൾക്ക് ഒരുപക്ഷെ നാളെ അരി വാങ്ങാൻ അവർക്ക് പൈസ ഇല്ല എങ്കിലും അവർക്ക് ആകുലതയില്ല. കാരണം നാളത്തെ ദിവസം സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി കരുതും എന്നുള്ള പ്രത്യാശ, ഉറപ്പ് അവർക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളും കർത്താവ് അത്ഭുതകരമായി ഇസ്രായേൽ മക്കൾക്ക് ഓരോ ദിവസത്തിന് ആവശ്യമായ മന്ന നൽകിയ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഈ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി നാം മാറിയിട്ടില്ല എങ്കിൽ, ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹവും കരുതലും നാം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടി നിറച്ച് നോട്ടുകെട്ടുകൾ സംഭരിച്ചു വെച്ചാലും വലിയ ജോലി, വലിയ വീട്, അധികാരങ്ങൾ, വലിയ നിക്ഷേപങ്ങൾ, സ്വർണ്ണമാലകൾ, രത്നമാലകൾ ഇതൊക്കെ നാം കൈവശം വെച്ചാലും ഇവയ്ക്കൊന്നിനും തന്നെ ആകുലതയെ ഇല്ലാതാക്കുവാൻ ശേഷിയുണ്ടായിരിക്കുകയില്ല. എത്രയോ ധനവാന്മാരാണ് ടെൻഷൻ മൂലം സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റാതെ അസ്വസ്ഥരായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി നാം മാറിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് വലിയ ബാങ്ക് ബാലൻസും വലിയ നിക്ഷേപവും ഒന്നുമില്ല എങ്കിലും, നാളത്തെ കാര്യം കഴിയാൻ മുൻകൂട്ടി നമ്മുടെ പക്കൽ ഒന്നുമില്ല എങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. കാരണം നാളത്തെ ദിവസം എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് കാര്യങ്ങൾ നടത്തി തരുമെന്നുള്ള ഉത്തമ വിശ്വാസം ദൈവമക്കളായി നമുക്കുണ്ട്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അന്നന്ന് വേണ്ട ആഹാരം കർത്താവ് തരുമെന്ന് എനിക്കറിയാം. എന്നാൽ ആർഭാട ജീവിതം നയിക്കാൻ അതിനു വേണ്ട സമ്പത്ത് കർത്താവ് തരുമോ? അന്നന്ന് വേണ്ട ആഹാരം നിശ്ചയമായും കർത്താവ് തരും. എന്നാൽ ആർഭാട ജീവിതം നയിക്കാനുള്ള പണം നമുക്ക് കർത്താവ് തന്നാൽ നമ്മൾ കർത്താവിനെ മറന്ന് ഒടുവിൽ ആത്മരക്ഷ തന്നെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ലോകത്തെ അതിലെ വസ്തുക്കളെ സ്നേഹിക്കരുത് എന്നുള്ളതാണ് കൽപ്പന. പണം കൂടുതൽ ലഭിച്ചാൽ ആർഭാടത്തിൻ്റെ വഴിയിലൂടെ പോയി പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് ഒടുവിൽ നമ്മുടെ ആത്മരക്ഷ പോലും അപകടത്തിലാകും. അതുകൊണ്ട് ആർഭാടത്തിന് വേണ്ടി കർത്താവ് തരികയില്ല. എന്നാൽ അന്നന്ന് വേണ്ട ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും. ന്യായമായത് കർത്താവ് നിശ്ചയമായും തരും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമുക്ക് ആവശ്യമുള്ളത് നൽകും. ആർഭാടത്തിനായി ഒന്നും തരികയില്ല. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, ദൈവം സമ്പന്നനാണ് എങ്കിലും ആർഭാടത്തിന് വേണ്ടി ഒന്നും തരികയില്ല. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ന്യായമായി ആവശ്യമുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ കർത്താവ് നിറവേറ്റിത്തരും. എന്നാൽ മഹാധനികരാക്കി നമ്മെ തീർക്കുന്നില്ല. അതിന് കാരണമുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിലാണ് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് എന്ന് ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം കർത്താവ് അക്കാര്യമാണ് പിന്നെ പഠിപ്പിക്കുന്നത്. 37 സങ്കീർത്തനം 25 വാക്യം, ഞാൻ ചെറുപ്പമായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി, നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവൻ്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. 33 സങ്കീർത്തനം 18-19 വാക്യങ്ങൾ, ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ആ പ്രാർത്ഥനയിൽ നാം പറയുന്നത്, കർത്താവേ, ഈ ദിവസം അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ നൽകുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായി മറ്റൊരു മാർഗവുമില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അങ്ങനെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഭക്തനെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല. 33 സങ്കീർത്തനം 19-20 വാക്യങ്ങൾ, അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. ഓരോ ദിവസവും ദൈവമാണ് നമുക്ക് അന്നം തരുന്നതെങ്കിൽ നാം എത്രമാത്രം വിശ്വസ്തതയുള്ളവരും നാം എത്രമാത്രം വിശുദ്ധരും ദൈവഭയമുള്ളവരുമായിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ പലപ്പോഴും ഈ കാര്യം മറന്ന് ദൈവം അവർക്ക് ഭക്ഷണം നൽകി, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നൽകി, എന്നാൽ ദൈവത്തോട് നന്ദി കാണിക്കാതെ ദൈവം അവർക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്തു, പക്ഷേ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പാപങ്ങളും ചിലർ ചെയ്തു. അതുപോലെ ദൈവമക്കളായ നമ്മളാകരുത്. ഓരോ ദിവസവും നാം കഴിക്കുന്ന ഭക്ഷണം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് അന്നന്ന് വേണ്ട ഭക്ഷണം നമുക്ക് ദൈവം തരുമ്പോൾ നാം ഈ ഭക്ഷണം കഴിച്ച് ആ ശരീരത്തിൻ്റെ ബലത്താൽ നിൽക്കുന്നു, നടക്കുന്നു. എന്നാൽ ദൈവം തന്ന ഭക്ഷണം കഴിച്ചപ്പോൾ ഉണ്ടായ ഈ ആരോഗ്യം കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത്, വേണ്ടാത്ത കാര്യം പറയരുത്, വേണ്ടാത്ത കാര്യം നോക്കരുത്, വേണ്ടാത്ത ഒരു കാര്യത്തിന് നമ്മൾ പോകരുത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 5 അധ്യായം 7 വാക്യം, ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും? നിൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു. ഞാൻ അവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി, വേശ്യാഗൃഹങ്ങളിൽ അവർ സംഘം ചേർന്നു. ദൈവം തൻ്റെ സ്നേഹത്താൽ വയറു നിറയെ ഭക്ഷണം ഇവർക്ക് നൽകി. ആ ദൈവത്തോട് നന്ദി കാണിക്കാതെ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന പാപങ്ങൾ ചെയ്യുവാൻ അവരുടെ ശരീരത്തെ അവർ ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, നാം ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണ്. നാം ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ കാരുണ്യത്താലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം കൊണ്ട് വേണ്ടാത്ത വൃത്തികെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ ഇടയാകരുത്. ദൈവം തന്ന ഭക്ഷണം കഴിച്ച് ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു പാപവും ചെയ്യുവാൻ നമുക്കാർക്കും ഇടയാകരുത്. മറിച്ച് ദൈവം തന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം ജീവിക്കണം. ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും നാം ജീവിക്കണം. 1 കൊരിന്ത്യർ 10:31 നമ്മോട് പറയുന്നത്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്നാണ്. എന്തിനാണ് ദൈവം നമുക്ക് ഡെയിലി ബ്രെഡ് തരുന്നത്? അന്നന്ന് വേണ്ട ആഹാരം എന്തിനാണ് ദൈവം നമുക്ക് തരുന്നത്? നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം നൽകത്തക്ക ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് തിന്നാനും കുടിക്കാനും ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്നത്. ഈ കാര്യം നമ്മൾ ഒരു കാലത്തും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്.
നമ്മുടെ ശരീരം കൊണ്ട് വേണ്ടാത്ത പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തോട് ഏറ്റവും വലിയ നന്ദികേടാണ് നാം ചെയ്യുന്നത്. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് പണിയൊന്നും ചെയ്യാതെ കേവലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ആവശ്യമായ ആഹാരം കർത്താവ് നൽകുമോ? നമ്മുടെ ഉത്തരവാദിത്വം നാം ചെയ്തേ പറ്റൂ. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന നൽകി. പക്ഷേ ആ മന്ന ഓരോരുത്തരും പെറുക്കണമായിരുന്നു. മന്ന അവരുടെ വീട്ടിലെ പാത്രത്തിൽ വന്ന് താനേ നിറഞ്ഞില്ല. ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. ചെറിയ മണികളായ മന്ന പെറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നാം ചെയ്യേണ്ട ഡ്യൂട്ടി നാം ചെയ്തേ പറ്റൂ. 2 തെസ്സലോണി 3-ാം അധ്യായം 10 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു. അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. അലസമായൊരു ക്രിസ്തീയ ജീവിതത്തിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തന്നിട്ടില്ല. നാം അധ്വാനിക്കണം. സുവിശേഷകനാണെങ്കിൽ സുവിശേഷ വേല ചെയ്യണം. സെക്കുലർ ജോലിയാണ് ഒരുവൻ ചെയ്യുന്നതെങ്കിൽ അതിൽ വിശ്വസ്തത കാണിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കി അലസമായി ജീവിക്കാൻ വേണ്ടിയല്ല നാം പ്രാർത്ഥിക്കുന്നത്. നാം ദൈവത്തെ അനുസരിക്കണം. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഉദ്ദേശം കുറേ കാര്യങ്ങൾ ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുക അതല്ല. നേരത്തെ പറഞ്ഞതാണ്, ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനോഭാവവും നമ്മുടെ ജീവിതവും മാറ്റുന്നതാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കർഷകൻ കൃഷി ചെയ്യുന്നു. കർഷകനൊരു റോളുണ്ട്. കർഷകൻ നിലമൊരുക്കുന്നു, അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് മഴയും വെയിലും അയക്കുന്നു. അപ്പോൾ കർഷകനൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ കർഷകന് വിളവ് ലഭിക്കുകയില്ല. എന്നാൽ അതേ സമയം തന്നെ കർഷകൻ നന്നായി അധ്വാനിച്ചാലും ദൈവം മഴയും വെയിലും അയക്കുന്നില്ല എങ്കിൽ കർഷകൻ്റെ അധ്വാനമൊക്കെ വെറുതെയാണ്. ഇതുപോലെ നമ്മൾ കർത്താവിനെ ഒഴിവാക്കി കുറേ അധ്വാനിച്ചാലും നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഞാൻ എത്രമാത്രം അധ്വാനിച്ചാലും എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്കൊന്നും നേടാൻ സാധ്യമല്ല. നമ്മുടെ നിസ്സഹായ അവസ്ഥയും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയവും നമ്മൾ പറയുകയാണ്, സമ്മതിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. എനിക്കൊന്നും സാധ്യമല്ല, ഞാൻ അധ്വാനിക്കുക എന്നുള്ളത് എൻ്റെ ഭാഗത്തെ കടമയാണ്. എന്നാൽ ഞാൻ അധ്വാനിച്ചാലും റിസൾട്ട് കർത്താവേ അങ്ങേക്ക് മാത്രമേ തരാൻ കഴിയൂ. എല്ലാ ദിവസവും കർത്താവ് എനിക്ക് അതാത് ദിവസത്തെ ആഹാരം തരുന്നുവെങ്കിൽ പിന്നെ ഞാൻ വ്യാകുലപ്പെടേണ്ട ആവശ്യം ഉണ്ടോ? ഒരിക്കലുമില്ല. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗീയ പിതാവ് ഓരോ ദിവസത്തേക്ക് വേണ്ട ആഹാരം നമുക്ക് തരും. ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഒരു ദിവസത്തേക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ട സകല കാര്യങ്ങളും കർത്താവ് നമുക്ക് നൽകിത്തരും. അങ്ങനെയാണെങ്കിൽ നാം ആകുലപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇന്ന് ലോക ജനതകൾ വല്ലാത്ത ആകുലതയിലും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠാകുലതയിലും കഴിയുകയാണ്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾ ലോകജാതികളെ പോലെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ എല്ലാ ആവശ്യങ്ങളും കരുതുന്ന, അവരെ പരിഗണിക്കുന്ന, അവരെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനം നമ്മോട് പറയുന്നത്, നിങ്ങളുടെ സകല ഉത്കണ്ഠകളും അവിടുത്തെ മേൽ അർപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളുടെ കീഴിൽ താണിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. പക്ഷേ ഈ സ്നേഹവാനായ സ്വർഗീയ പിതാവിൽ ആശ്രയിക്കുന്ന പല ദൈവമക്കളും നാളെ എന്താകും, അടുത്ത വർഷം എന്താകും, ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിനൊരു കാരണം ദൈവസ്നേഹത്തിലുള്ള ആശ്രയം കുറയുമ്പോഴാണ് വേവലാതി കൂടുന്നത്. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുതലും നമ്മൾ സമൃദ്ധമായി കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ പിന്നെ നാളെക്കുറിച്ച് നാം ആകുലപ്പെടേണ്ട ആവശ്യം ഇല്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ലോക ജനതകളുടെ മുഖമുദ്രയായ ആകുല ചിന്തയിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്താണോ വേണ്ടത്, എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് കർത്താവ് തക്ക സമയത്ത് തരും. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ആ സ്വർഗീയ പിതാവിന് നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നന്നു വേണ്ടുന്ന ആഹാരം എനിക്ക് തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ആഹാരം തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തന്ന ആഹാരം എനിക്ക് മുഴുവനുമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? അന്നന്ന് വേണ്ട ആഹാരം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കാരണം നാം പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതായത് ഇത് സഭയുടെ പ്രാർത്ഥനയാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തു തലയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ബ്രദർ പ്രാർത്ഥിച്ചാൽ ബ്രദറിന് ദൈവം ആഹാരം തരുന്നു. എന്നാൽ അത് ബ്രദറിന് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, മറ്റു ദൈവമക്കൾക്കും കൂടി പങ്കിട്ട് കൊടുക്കാനാണ് ബ്രദറിന് ദൈവം ആഹാരം തരുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവ് അദ്ദേഹത്തിന് 10 പേർക്കുള്ള ഭക്ഷണം കൊടുത്തു. ഇദ്ദേഹം കരുതി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 10 പേർക്കുള്ള ഭക്ഷണം എനിക്ക് കർത്താവ് തന്നല്ലോ, ഈ 10 പേർക്കുള്ള ഭക്ഷണവും എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാം. അങ്ങനെ ആ 10 പേർക്കുള്ള ഭക്ഷണവും അദ്ദേഹം കഴിച്ചു. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തില്ല. ഇദ്ദേഹം ചോദിച്ചു കർത്താവിനോട്, എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം തരാത്തത്? കർത്താവ് പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നീ പ്രാർത്ഥിച്ചത്. അന്നന്ന് വേണ്ട ആഹാരം എനിക്ക് നൽകണമേ എന്നല്ല നീ പ്രാർത്ഥിച്ചത്. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നീ പ്രാർത്ഥിച്ചപ്പോൾ 10 പേർക്കുള്ള ഭക്ഷണമാണ് ഞാൻ നിനക്ക് തന്നത്. അതിൽ ഓരോഹരി മാത്രമാണ് നിനക്ക് അവകാശപ്പെട്ടത്. ബാക്കി 9 ഓഹരി മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. മറ്റുള്ളവർക്ക് അർഹതപ്പെട്ട 9 ഓഹരി കൂടി നീ എടുത്തത് കൊണ്ടാണ് നിൻ്റെ അടുത്ത യാചനയ്ക്ക് ഉത്തരം തരാൻ എനിക്ക് കഴിയാത്തത്. ഇതുപോലെ മറ്റൊരു സഹോദരൻ, അദ്ദേഹവും പ്രാർത്ഥിച്ചു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദൈവം അദ്ദേഹത്തിന് 10 പേർക്കുള്ള ഭക്ഷണം കൊടുത്തു. അദ്ദേഹത്തിന് മനസ്സിലായി, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല, ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ദൈവം 10 പേർക്കുള്ള ഭക്ഷണം തന്നിരിക്കുകയാണ്. ഇതിൽ ഓരോഹരി മാത്രമാണ് എനിക്ക് അർഹതപ്പെട്ടത്. അദ്ദേഹം 9 സഹോദരങ്ങളെ വിളിച്ചു. എന്നിട്ട് അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. 9 സഹോദരങ്ങൾ ഭക്ഷണം കിട്ടിയപ്പോൾ പറഞ്ഞു, സഹോദര, നീ എത്ര ഔദാര്യമുള്ളവനാണ്. കാരണം ഞങ്ങൾക്കെല്ലാം നീ ഫ്രീ ആയിട്ട് ഭക്ഷണം തന്നല്ലോ. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ഔദാര്യമുള്ളവനായതുകൊണ്ടല്ല ഇത് തരുന്നത്. നിങ്ങൾക്ക് തരാൻ വേണ്ടി കർത്താവ് ഭക്ഷണം എൻ്റെ പക്കൽ ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഞാനിത് തന്നില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനാകും, നിങ്ങളുടേത് ഞാൻ കവർന്നെടുക്കുകയായിരിക്കും ചെയ്യുക. ആ സഹോദരൻ വീണ്ടും പ്രാർത്ഥിച്ചു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ദൈവം അദ്ദേഹത്തിന് 100 പേർക്കുള്ള ഭക്ഷണം നൽകി. അദ്ദേഹത്തിനൊരു കാര്യം അറിയാം, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത്, ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതുകൊണ്ട് 100 പേർക്ക് കർത്താവ് ഭക്ഷണം തന്നിരിക്കുന്നു. ഇതിൽ ഓരോഹരി മാത്രമാണ് എനിക്ക് അർഹതപ്പെട്ടത്. 99 സഹോദരന്മാരെ വിളിച്ചു, അവർക്കെല്ലാവർക്കും ഭക്ഷണം വീതിച്ച് നൽകി. 99 സഹോദരന്മാർ പറഞ്ഞു, സഹോദര, നീ എത്രമാത്രം ഔദാര്യ മനസ്സാണ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് ഫ്രീ ആയി നീ ഭക്ഷണം തന്നല്ലോ. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നിങ്ങൾക്ക് തരാൻ വേണ്ടി ഭക്ഷണം കർത്താവ് എൻ്റെ പക്കൽ ഏൽപ്പിച്ചതാണ്. ഞാൻ നിങ്ങൾക്കത് തന്നില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനാകും. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു,
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നേരത്തെ ലഭിച്ചതിലെല്ലാം വിശ്വസ്തത കാണിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് 1000 പേർക്കുള്ള ഭക്ഷണം കർത്താവ് നൽകി. 1000 പേർക്കുള്ള ഭക്ഷണം കിട്ടിയപ്പോൾ ഓരോഹരി മാത്രം എടുത്ത് 999 പേർക്ക് വീതിച്ച് നൽകി. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നാം ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. ദൈവസഭയിലൊരു വിശ്വാസിക്ക് ദൈവം ഭൗതികമായി എന്തെങ്കിലും നൽകിയാൽ അത് അവനും ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം അനുഭവിക്കാനുള്ളതല്ല. അത് പൊതുവായി ദൈവസഭയ്ക്കാണ് ദൈവം നൽകുന്നത്. അത് ഒരു സഹോദരൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നു എന്നേയുള്ളൂ. ഈ കാഴ്ചപ്പാട് 1-ാം നൂറ്റാണ്ടിലെ ആദിമസഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിശ്വസിച്ചവരെല്ലാം അവർക്കുള്ളത് പൊതുവകയായിട്ട് എണ്ണി. ആരും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വിശ്വസിച്ചില്ല. അവർക്കുള്ളതെല്ലാം വിറ്റ് അവർ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു. പിന്നീട് അവർ എല്ലാവരും അത് വീതിച്ചെടുക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ഒരു പിതാവിൻ്റെ മക്കളാണ്, അതുകൊണ്ട് എനിക്ക് കുറേ സമ്പത്തുണ്ടാകണം, അവൻ പട്ടിണി കിടക്കണം, അങ്ങനെയുള്ള ചിന്ത അവർക്കില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അതുകൊണ്ട് അവർക്കുള്ള ഭൗതിക നന്മകളെല്ലാം വീതിക്കുവാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഈ മഹത്തായ കാര്യമാണ് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയിലൂടെ കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ പലർക്കും ദൈവം ഭൗതിക നന്മ കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മിടുക്ക് കൊണ്ട് ഞാൻ ഉപവസിച്ച് ഇതൊക്കെ നേടിയെടുത്തു എന്ന് പറഞ്ഞ് അവർ തന്നെ അത് അനുഭവിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും മക്കളും അവർക്കുള്ളതാണ് ഈ നന്മ എന്ന് തെറ്റിദ്ധരിച്ച് അവർ തന്നെ അത് അനുഭവിക്കുന്നു. അതിൻ്റെ ഫലമായി അവർക്ക് ആത്മീയ വർധനയോ തുടർന്നുള്ള പല പ്രാർത്ഥനകൾക്കും ഉത്തരമോ കർത്താവ് കൊടുക്കുന്നില്ല. കാരണം കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത് ആദ്യം ലഭിച്ച കാര്യങ്ങളിൽ എത്രമാത്രം നാം വിശ്വസ്തരാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മീയമായതായാലും മറ്റെന്തായാലും ലഭിച്ച കാര്യങ്ങളിൽ ദൈവം തന്ന കാര്യങ്ങളിൽ എത്രത്തോളം വിശ്വസ്തത നാം പാലിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള സ്വർഗീയ നന്മകളെല്ലാം ഈ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്നത്. ചിലർ ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുത്താൽ കുറഞ്ഞു പോകില്ലേ? ഒരിക്കലും കുറഞ്ഞു പോകില്ല. കൊടുക്കുന്തോറും വർദ്ധിക്കുക മാത്രമേയുള്ളൂ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ്? ഞാൻ വലിയ ഔദാര്യമുള്ളവനായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് തരുന്നു, അങ്ങനെ ഒരു അഹങ്കാര ചിന്തയോടെ കൊടുക്കരുത്. പിന്നെയോ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ ബോധ്യത്തോടു കൂടിയാണ് നാം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭൗതികമായ വസ്തുക്കൾ, പണമോ മറ്റെന്തെങ്കിലും കാര്യമോ ആകട്ടെ, ആ മനോഭാവത്തോടെയാണ് നാം നൽകേണ്ടത്. അന്നന്ന് വേണ്ട ഭക്ഷണം മാത്രം നമുക്ക് ലഭിച്ചാൽ മതിയോ? അന്നന്ന് വേണ്ട ഭക്ഷണം ശാരീരികമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ അതുമാത്രം നമുക്ക് പോരാ. കാരണം നാം ജീവിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ടാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം മാത്രമല്ല ദൈവം നമുക്ക് തരുന്നത്, പിന്നെയോ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവമന്ന ദൈവത്തിൻ്റെ വചനവും ദൈവം നമുക്ക് തരും. കാരണം നമുക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, ആത്മാവും ഉണ്ട്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ദൈവത്തിൻ്റെ വചനമെന്ന ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്. നിയമാവർത്തനം 8-ാം അധ്യായം 3-ാം വാക്യം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അന്നന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ജനലക്ഷങ്ങളുണ്ട്. അവർക്ക് വേണ്ടുന്ന ആഹാരം ആരാണ് നൽകുന്നത്? ശരിയാണ്, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന കേൾക്കാത്ത ജനലക്ഷങ്ങൾ ഈ ലോകത്തിലുണ്ട്.
യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത ജനകോടികൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ജനകോടികൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ ഇവർക്കൊക്കെയും ഭക്ഷണം നൽകുന്നത് സ്വർഗീയ പിതാവാണ്. നമുക്കറിയാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കും നാം പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ അറിയുകയില്ല. പ്രാർത്ഥിക്കാൻ അറിയാത്ത കാരണത്താൽ അവർക്ക് ഭക്ഷണം കർത്താവ് കൊടുക്കാതിരിക്കുന്നില്ല. കാരണം ഇതേ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവർക്ക് ഭക്ഷണം നൽകുന്നു. മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു. പ്രാർത്ഥിക്കാത്തവർക്കും അന്നന്ന് വേണ്ട ആഹാരം കർത്താവ് നൽകുന്നുണ്ട്. ഇനി പ്രാർത്ഥിക്കാത്തവർക്ക് മാത്രമല്ല, ദുഷ്ടന്മാർക്ക് പോലും, സുവിശേഷ വിരോധികൾക്ക് പോലും ഭക്ഷണവും വെള്ളവും ജീവിക്കാനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും കർത്താവായ യേശു തന്നെയാണ് നൽകുന്നത്. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ദൈവം വെയിലും മഴയും അയക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത മനുഷ്യർക്കും ഇതേ സ്വർഗീയ പിതാവ് തന്നെയാണ് അവർക്കും ഭക്ഷണം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടോ? അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാത്ത, രക്ഷിക്കപ്പെടാത്ത, ക്രിസ്തുവിനെ അറിയാത്ത എല്ലാ മനുഷ്യർക്ക് മാത്രമല്ല, കാട്ടിലെ മൃഗങ്ങൾക്കും സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും ഒക്കെ ഭക്ഷണം സ്വർഗീയ പിതാവാണ് നൽകുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടാത്തവർക്ക്, വീണ്ടും ജനിക്കാത്തവർക്ക് ഈ ഭക്ഷണം ആരാണ് നൽകുന്നത്? ആ സൃഷ്ടാവിനെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ദൈവമക്കൾ മാത്രമാണ് ഈ ഭക്ഷണം എവിടെ നിന്ന് വരുന്നു, അത് നൽകുന്ന ഉറവിടത്തെ, ഈ സ്നേഹനിധിയായ സ്വർഗീയ പിതാവിനെ അവരാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ ദൈവ പൈതൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാലും അവൻ ദൈവത്തിന് നന്ദി പറയും. കാരണം ഈ വെള്ളം വെറുതെ എനിക്ക് ലഭിച്ചതല്ല, ഇതിൻ്റെ പുറകിൽ സ്നേഹവാനായ സ്വർഗീയ പിതാവിൻ്റെ കരമാണ് പ്രവർത്തിച്ചത്. ഇന്ന് ലോകത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന പല വ്യക്തികളുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാത്ത പലരും അതിന് നന്ദി പറയുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ 3000 രൂപയാണ് അവനൊരു മാസം വരുമാനമെങ്കിലും, അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ തുകയാണെങ്കിലും അവനറിയാം, ഇതെൻ്റെ മിടുക്ക് കൊണ്ടല്ല, സ്വർഗീയ പിതാവാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതലാണ് നമ്മളെങ്കിൽ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വലിയ പ്രസക്തിയുണ്ട്. ഉദാഹരണം പറയാം, വലിയ ക്ഷാമം വന്നു എന്നിരിക്കട്ടെ, എല്ലാവരും പട്ടിണി കിടക്കുകയാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവം അവന് ഭക്ഷണം നൽകും. ഇസ്രായേൽ മക്കളുടെ കാര്യം നോക്കുക, അവർ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. അപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് സ്വർഗീയ മന്ന നൽകുകയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ താമസിക്കുന്ന ആ ചുറ്റുപാടിൽ പലരും വല്ലാത്ത ഞെരുക്കത്തിലായിരിക്കാം. എന്നാൽ ഒരു ഭക്തൻ്റെ നിലവിളി കേട്ട് അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ ദൈവത്തെ അറിയാത്തവർക്കും ഭക്ഷണവും വസ്ത്രവും ദൈവം നൽകുന്നുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്വാഭാവികമായ രീതിയിലല്ല, ദൈവം തന്നെ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും. അനേക ദൈവമക്കൾ സാക്ഷ്യം പറയാറുണ്ട്, ഈ കാര്യം നടക്കുവാൻ ഒരു സാധ്യതയുമില്ല, ഞാൻ അത്രയും ഞെരുക്കത്തിലായിരുന്നു, മാനുഷികമായി ഇക്കാര്യം ഒരിക്കലും നടക്കില്ല, പക്ഷേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഇന്നത്തേക്ക് വേണ്ട രീതിയിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചുവെന്ന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ദൈവമക്കൾ സാക്ഷ്യം പറയാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അന്നന്ന് വേണ്ട ആവശ്യങ്ങൾ അത്ഭുതകരമായി ദൈവം നിറവേറ്റി തന്നിട്ടുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഇത് സാധാരണ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത് പോലെ അങ്ങ് ചെയ്തു കൊടുക്കുന്നതല്ല.
തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പ്രത്യേക വഴിയിലൂടെ ഒരു പ്രത്യേക വാതിൽ തുറന്ന് നമ്മോടുള്ള പ്രത്യേക സ്നേഹം ദൈവം പ്രദർശിപ്പിക്കുന്നുണ്ട്. അതനുഭവിച്ച ദൈവമക്കൾക്ക് കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദേശത്ത് എല്ലായിടത്തും ക്ഷാമം ഉണ്ടായാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവർക്ക് അത്ഭുതകരമായി ആഹാരം നൽകുമോ? അതിന് പറ്റിയ ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് കാണിക്കാമോ? ദേശത്തെല്ലാം ക്ഷാമമായാലും മാനുഷികമായി ഒരു രീതിയിലും ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നാലും കൊടിയ ക്ഷാമത്തിൻ്റെ മധ്യേയും ദൈവത്തിൻ്റെ മക്കൾ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടത് ദൈവം അത്ഭുതകരമായി നൽകും. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഏലിയ പ്രവാചകനെ സംരക്ഷിക്കുവാൻ ദൈവം ചെയ്ത അത്ഭുതം. വിഗ്രഹാരാധന നിമിത്തം ദേശത്ത് വലിയ ക്ഷാമമായി. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന ആ ദൈവഭക്തനെ അത്ഭുതകരമായി ഭക്ഷണം കൊടുത്ത് ദൈവം സംരക്ഷിക്കുന്ന കാര്യം 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ കാണാം. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്നുള്ള വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യായികയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സാറെഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സാറെഫാത്തിലേക്ക് മടങ്ങി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്ത് ചെന്ന്, കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം. പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ അപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം. പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. എന്തുകൊണ്ടാണ് കാക്കയുടെ വരവ് നിന്നുപോയത്? എന്തുകൊണ്ടാണ് അരുവിയിൽ വെള്ളം വറ്റിപ്പോയത്? ദേശത്തെ എല്ലായിടത്തും വലിയ ക്ഷാമമാണ്. എന്നാൽ തൻ്റെ ഭക്തനെ ഭക്ഷണവും വെള്ളവും നൽകി സംരക്ഷിക്കുവാൻ ദൈവം അത്ഭുതകരമായ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മാർഗമാണ് തുറന്നത്. ഇന്നും ദൈവം മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ മക്കൾക്ക് അന്നന്ന് വേണ്ട ആഹാരം, അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാറുണ്ട്. ഇവിടെ ദൈവമാണ് പറഞ്ഞത്, നീർച്ചാലിനരികെ പോകണം, വെള്ളം കുടിക്കണം. അങ്ങനെ ചെയ്തു. കാക്ക ഭക്ഷണവും കൊടുത്തു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാക്കയെ കാണാനില്ല. ഇറച്ചിയുമായി കാക്ക വരും, പക്ഷേ കാക്കയുടെ വരവ് നിലച്ചു. മാത്രമല്ല, തോട്ടിലെ വെള്ളവും വറ്റി. അതെന്തുകൊണ്ടാണ് വറ്റി എന്നാണ് ബ്രദർ ചോദിച്ചത്. കാരണം നിരന്തരമായി നീർച്ചാലിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ
നിരന്തരമായി കാക്ക തരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഈ പ്രവാചകൻ ആശ്രയിക്കുന്നത് കാക്കയിലും നീർച്ചാലിലെ വെള്ളത്തിലുമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാക്കകളെ ദൈവം അയക്കും. വെള്ളത്തിന് വേണ്ടി നമ്മെയും ചില തോടുകളിലേക്ക് ദൈവം അയക്കും. പക്ഷേ നമ്മളുടെ ആശ്രയം ഇത്തരത്തിലുള്ള കാക്കയിലോ തോട്ടിലോ ആകരുത്. നമ്മുടെ ആശ്രയം എപ്പോഴും ഈ വെള്ളവും അന്നവും തരുന്ന സ്വർഗീയ പിതാവിലായിരിക്കണം. അതുകൊണ്ട് ഇതാ ദൈവം കാക്കയുടെ വരവ് അവസാനിപ്പിക്കുന്നു, തോട്ടിലെ വെള്ളവും വറ്റുന്നു. തുടർന്ന് ദൈവം മറ്റൊരു വഴിയാണ് തുറക്കുന്നത്. വിധവയായൊരു സ്ത്രീ, അവൾക്ക് ആകെ കൂടി അല്പം ഭക്ഷണം മാത്രമേയുള്ളൂ. പ്രവാചകനോട് ദൈവം അവിടെ പോകാനായിട്ട് പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സമൃദ്ധിയുള്ള വീട്ടിലേക്കല്ല ഈ പ്രവാചകനെ ദൈവം അയക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിധവയുടെ അരികിലേക്കാണ് അയച്ചത്. അവിടെയാണ് ഈ പ്രവാചകൻ പോകേണ്ടത്. ദൈവം നമുക്ക് ഭക്ഷണം തരും, പക്ഷേ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് നാം പോകണം. നാം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകണം. പ്രവാചകൻ വിചാരിക്കുകയാണ്, എനിക്ക് ഈ സാധുവായ വിധവയുടെ അരികിലേക്ക് പോകാൻ മനസ്സില്ല, ഞാൻ കുറച്ച് കാശുള്ള മറ്റേതെങ്കിലും സ്ത്രീയുടെ വീട്ടിലേക്ക് പോകട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ പ്രവാചകന് ദൈവം ഭക്ഷണം കൊടുക്കുകയില്ല. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ദൈവം നിശ്ചയമായും തൻ്റെ മക്കൾക്ക് നൽകും. പക്ഷേ ദൈവം ഒരുക്കിയ സ്ഥലത്തേക്ക് നാം പോകണം. നമുക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് നാം പോയി ഇവിടെ എനിക്ക് ഭക്ഷണം ദൈവമേ നീ തരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അന്നന്ന് വേണ്ട ഭക്ഷണം പ്രവാചകന് ദൈവം കൊടുക്കും. പക്ഷേ ദൈവം ആരുടെ അടുത്തേക്ക് പ്രവാചകനെ അയക്കുന്നുവോ അങ്ങോട്ട് തന്നെ പ്രവാചകൻ പോകണം. My husband had passed, and my son and I were left in one of the driest and darkest seasons of our entire lives. The earth was hard and cracked, and I was hungry and thirsty again. I was at the city gates, gathering sticks, when I heard a man's voice ask me for a drink of water. As I looked up, I could see by this man's dress that he was an Israelite prophet. Now I thought it was strange that he would ask me for a drink of water. Couldn't he tell by my dress that I was a widow? And widows aren't usually the first ones you ask for help. I agreed to get him his water, and as I was on my way, he called to me again and asked me to please bring him a piece of bread. Now, why was this man deliberately overlooking my circumstances? As surely as the Lord your God lives, I said to him, I don't have any bread, only a handful of flour in a jar and a little oil in a jug. Don't be afraid, he said to me. First go and make me a small cake of bread from what you have and bring it back to me. For the jar of flour will not be used up, and the jug of oil will not be dried up until the Lord sends rain on the land. Something about his words made me believe him. And so I did what he told me to do, and he was right. There was enough food every day for me, my son, and the prophet Elijah. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല,
കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല. കൊയ്തുകളപ്പുരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി, വാനിലെ പറവകൾ പുലരുന്നല്ലോ. വയലിലെ താമരകൾ വളരുന്നല്ലോ എന്നും, വാനിലെ പറവകൾ പുലരുന്നല്ലോ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സാരേഫാത്തിൽ സഹിച്ചിടിലും, മരിക്കുവാനൊരുക്കമായി ഇരുന്നിടിലും. കലത്തിലെ മാവുലേശം കുറയുന്നില്ലേ, എൻ്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിയിടുമേ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിഹത്തിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഏലിയ പ്രവാചകൻ മറ്റൊരിക്കൽ ഈസബേലിൻ്റെ ഭീഷണി നിമിത്തം ദൂരേക്ക് ഓടിപ്പോയി. അവിടെ കിടന്ന് മരിക്കാം, കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ഞാൻ തളർന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിരാശനായി കിടക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനെ തട്ടിയുണർത്തി, അവന് വീണ്ടും ഭക്ഷണം നൽകി അവനെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ക്ഷീണം വരാം, തളർച്ച വരാം. അത് മനസ്സിലാക്കി കർത്താവ് തക്ക സമയത്ത് നമ്മെ തട്ടിയുണർത്തി തുടർന്നുള്ള ജീവിതയാത്രയ്ക്ക് വേണ്ട ആത്മീയമായതും ഭൗതികമായതും തന്ന് നമ്മുടെ അനുദിന ആവശ്യങ്ങളിൽ എത്രമാത്രം അവിടുന്ന് കരുതുന്നു എന്ന് നമ്മെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും ഇനി മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ല, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, അന്നു വേണ്ട ഭക്ഷണം എനിക്കില്ല, നാളത്തെ കാര്യം എങ്ങനെ നടക്കും എനിക്കറിയുകയില്ല, ഇനി മുന്നോട്ട് പോകുവാൻ യാതൊരു വഴിയുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന സന്ദർഭമാണ് എങ്കിൽ ഈ സ്വർഗീയ പിതാവിൻ്റെ മകനായി മകളായി ഈ കർത്താവായ യേശുവിൻ്റെ തിരുവചന പ്രകാരം ജീവിക്കുവാൻ ഒരു സമർപ്പണം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ട് എങ്കിൽ ചുറ്റുഭാഗത്തും ക്ഷാമമായാലും അത്ഭുതകരമായി അന്നന്ന് വേണ്ട കാര്യങ്ങൾ ഈ സ്വർഗീയ പിതാവ് തൻ്റെ സ്നേഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലും നടത്തിത്തരും. ഇക്കാര്യം അനുഭവിച്ചറിയുന്ന അനേക ദൈവമക്കൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ക്ഷീണിച്ചു പോകരുത്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസത്തേക്കും വേണ്ട ആവശ്യങ്ങൾ അവിടുന്ന് നടത്തിത്തരും. അത് യാഥാർത്ഥ്യമാണ്. സ്വർഗീയ പിതാവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. എൻ്റെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയവർ അവർ തിരികെ തരാതിരുന്നാൽ ഞാൻ എന്തു ചെയ്യണം? അവരോട് ക്ഷമിക്കണമോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തു പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പലരും ദ്രോഹങ്ങൾ ചെയ്യാം, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. അതുപോലെ തന്നെ പണം കടം വാങ്ങിയവർ തിരികെ തരാം എന്ന് പറഞ്ഞ ഡേറ്റിന് തന്നില്ല എന്ന് വരും.
ചിലപ്പോൾ അവർക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വമായി നമുക്ക് തിരികെ തരാതിരുന്നു എന്ന് വരാം. ചില സഹോദരങ്ങൾ ചിലർക്ക് പണം കൊടുക്കുന്നു, തിരികെ കിട്ടാതായാൽ പോലീസ് സ്റ്റേഷൻ, കേസ്, അങ്ങനെ തിരികെ കിട്ടാനുള്ള ചില പ്രതികാര നടപടികൾക്ക് പോകാറുണ്ട്. എന്നാൽ ദൈവമക്കളായ നാം ചെയ്യേണ്ടത്, പ്രിയ ബ്രദർ ചോദിച്ചതുപോലെ, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മിൽ നിന്ന് വസ്തുവോ പണമോ കടം വാങ്ങി അവർക്ക് ഏതോ കാരണത്താൽ തിരികെ തരാൻ പറ്റാതായാൽ, ഒരുപക്ഷെ മനഃപൂർവ്വമായിട്ടായിരിക്കാം, നാം പരിപൂർണമായി ഇളച്ചു കൊടുക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. നമ്മിൽ നിന്ന് വാങ്ങിയ പണം നിർബന്ധമായി തിരികെ വാങ്ങുവാനായി പോലീസ് സ്റ്റേഷനെയോ നാം അഭയം പ്രാപിക്കരുത്. എനിക്ക് പണം തരുവാനുള്ളവർ പണം തരാതിരുന്നാൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെ പിന്നെ മുന്നോട്ട് പോകും? പലരുടെയും ചിന്ത അതാണ്. നമുക്ക് ന്യായമായി മറ്റുള്ളവർ തരേണ്ട പണം അവർ തരാതിരിക്കുകയാണെങ്കിൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, എൻ്റെ ഭാവി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ നാം സേവിക്കുന്നത് സ്വർഗീയ പിതാവിനെയാണ്. ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം അത്ഭുതകരമായി ഭക്ഷണം നൽകിയ അതേ കർത്താവ് തന്നെ തൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ട അന്നന്ന് വേണ്ട ആഹാരം കൊടുക്കും. ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം അത്ഭുതകരമായി ഭക്ഷണം നൽകി ഓരോ ദിവസവും അവരുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് അവരെ വഴി നടത്തിയ അതേ കർത്താവിനെ തന്നെയാണ് നാം സേവിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിനോടാണ്. അവിടുന്ന് സകലത്തിൻ്റെയും ഉടയവനും സകല സമ്പത്തിൻ്റെയും ഉടമസ്ഥനും ആണ്. നാം ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ, സാമ്പത്തിക കാര്യങ്ങളിൽ നാം പരിപൂർണമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ, അത് ഈ സ്വർഗീയ പിതാവ് നിശ്ചയമായും കാണുന്നുണ്ട്. എൻ്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി എൻ്റെ ഈ മകൻ ഇളച്ചു കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിശ്ചയമായും ഞാൻ അവൻ്റെ അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അവന് വേണ്ടി കരുതും. അങ്ങനെ തീരുമാനിക്കുന്നവനാണ് സ്വർഗീയ പിതാവ്. എന്നാൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകാതെ, വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ, പകരത്തിന് പകരവും നിയമ നടപടികൾക്കും വേണ്ടി പോയാൽ സ്വർഗീയ പിതാവ് നമ്മുടെ കാര്യത്തിൽ എങ്ങനെ ഇടപെടും? പലരും ചിന്തിക്കുന്നത്, ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്താൽ എൻ്റെ കാര്യങ്ങൾ ആകെ അവതാളത്തിലാകും. അത് തെറ്റിദ്ധാരണയാണ്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനായി പഠിപ്പിച്ച അതേ കർത്താവ് തന്നെ നമ്മെ സാമ്പത്തികമായി എല്ലാ മനുഷ്യരും വഞ്ചിച്ചാലും അത്ഭുതകരമായി തൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നമ്മെ വഴി നടത്തും. ആ കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ചിലരെങ്കിലും മറ്റുള്ളവർക്ക് പണം കൊടുത്ത് തിരികെ അത് ലഭിക്കാതെ വലിയ മനപ്രയാസം അനുഭവിക്കുന്നവരുണ്ടായിരിക്കാം. അല്ലെങ്കിൽ തിരികെ ലഭിക്കുവാനായി പല നിയമ നടപടികളും ചെയ്യുവാൻ ഹൃദയത്തിൽ തീരുമാനിക്കുന്നവരായിരിക്കാം. എന്നാൽ നാം ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് എങ്കിൽ, ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ഇളച്ചു കൊടുക്കുവാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ, അത്ഭുതകരമായി ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തും. അതുകൊണ്ട് ക്ഷമിക്കുക, ഇളച്ചു കൊടുക്കുക, വിട്ടുകൊടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് അത്ഭുതകരമായി കാര്യങ്ങൾ നടത്തും. അന്നന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് കർത്താവ് തരും. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യം നമ്മോട് പറയുന്നത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിൻ്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ വസ്തു മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോയി എന്ന് വരും. സാമ്പത്തികമായി നമ്മെ പലരും കബളിപ്പിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ വരാം. അതൊക്കെ പ്രതീക്ഷിക്കണം. ഇതൊക്കെ വരുന്നത് വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും നമുക്ക് മനസ്സുണ്ടോ? ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. പലരും ഈ ടെസ്റ്റിൽ തോൽക്കുന്നു. അവർ പ്രതികാര നടപടികൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയാണ്. പലരും ഈ പരിശോധനയിൽ തോറ്റുപോവുകയാണ്. പണവും വസ്തുക്കളും തിരിച്ചു കിട്ടാനായി നിയമ നടപടികളെയോ അതുപോലെ തന്നെ പ്രതികാര നടപടികളെയോ നാം അവലംബിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയെ നാം വിലവയ്ക്കുന്നില്ല. എന്നാൽ നാം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായാൽ നമ്മുടെ അനുദിന ആവശ്യങ്ങൾ സ്വർഗീയ പിതാവ് മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നടത്തിത്തരും. ഈ വിശ്വാസമുള്ള എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.